ഹായ് അർജുൻ സന്തോഷ്. ഇവിടെ വ്ളോഗറാണ്. I feel this buzz when I hear your name, and I feel so free. And yet you're tattered all over my brain. You're like perfection, feel the connection. I want this so bad. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരു കുഞ്ഞു ട്രിപ്പ് പോവാണ്. നാളെ വരുള്ളൂ. ഇന്ന് നൈറ്റ് ഒരു സ്റ്റേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 8 പേരും കൂടിയാണ് പോണേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ സെൻറ്റ് ഹെലൻസിൽ നിന്ന് ഇറങ്ങി ലിവർപൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് അവരെയൊക്കെ വിളിച്ചിട്ട് അവരുടെ ഒപ്പമാണ് പോണത്. നമ്മളങ്ങനെ 8 പേരും കൂടെ ട്രിപ്പൊന്നും പോയിട്ടില്ല. നമ്മളെപ്പോഴും 4 പേരായിട്ടാണ് പോവാണത്. ഒരു വണ്ടിക്ക് 4 പേരും കൂടിയാണ് ഇതുവരെ ട്രിപ്പ് പോയിട്ടുള്ളൂ. ഇങ്ങനെ സ്റ്റേ എടുത്തൊന്നും പോയിട്ടില്ല. ഞങ്ങളെല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ കൂടും എന്നല്ലാതെ അങ്ങനെ ഒരു സ്ഥലത്തായിട്ട് ഞങ്ങളങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഹായ് അർജുൻ സന്തോഷ്. നമ്മളൊരു ചെറിയ ട്രിപ്പ് പോയാണ്. എങ്ങോട്ട്? ബ്രാഡ്ഫോർഡിന്റെ അടുത്താണ്. എനിക്കും സത്യമായിട്ട് കറക്റ്റ് സ്ഥലമൊക്കെ ചോദിച്ചായിരിക്കും അറിയാൻ പാടില്ല. അപ്പൊ സ്റ്റേ ചെയ്യാൻ പോവാണ്. അത് തന്നെ, ചെറിയൊരു സ്റ്റേ. അപ്പൊ എല്ലാരും കൂടെ കൂടാം, വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. ഞാൻ എല്ലായിടത്തും തപ്പി തപ്പാത്ത സ്ഥലം നാട്ടിലുണ്ടാവുന്ന നമ്മളെങ്ങോട്ടാ പോകുന്നത് സത്യമാണ്. ആർക്കും അറിയില്ല എങ്ങോട്ടാ പോണെന്ന്, ആർക്കും അറിയില്ല. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ അവരുടെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊന്നും കഴിക്കാതെ വന്നേ രാവിലെ. അപ്പം ഞങ്ങൾക്ക് ദേവിക പുട്ടും അവളുണ്ടാക്കിയ പയറ് കറിയും പിന്നെ അവളുടെ ചിക്കൻ ഫ്രൈയും തന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇറങ്ങാമെന്ന് വിചാരിച്ചു. വല്ലതും പോകുമെന്നാണ് അവൻ ചോദിക്കണം. അമ്മേ ചില്ലെന്താ ഉള്ളത് പൊട്ടാൻ? ആ ബിയറും കുപ്പി. അവളെടുത്തില്ല, എനിക്കറിയാം അവളെടുക്കൂല. ഞാൻ അതുകൊണ്ട് എടുത്ത് വെച്ചത്. നാട്ടിൽ ടച്ചിങ്സ് അത് നമ്മ നാട്ടിൽ നിന്ന് ടെക്നിക്സ് വേണ്ടി അയച്ചു തന്നതാ. മസാല കപ്പുണ്ട്. ഈ ബാഗ് വേണമെങ്കിൽ അപ്പം അവിടെ നിന്ന് എല്ലാത്തിനെയും വാരിപ്പെറുക്കി ഞങ്ങൾ ഇവിടെ എത്തി. അഖിൽ ചേട്ടൻ്റെയും ഷാരോൺ ചേച്ചിയുടെയും വീടിൻ്റെ വഴിയുടെ അവിടെ എത്തി. അപ്പം ഷാരോൺ ചേച്ചിയും കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി കേട്ടോ കൊണ്ടുപോകണേ. ഞങ്ങൾ അവിടെ പോയിട്ട് എല്ലാവരും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചോറും കറിയൊക്കെ ഉണ്ടാക്കിയാണ് പോണേ. അപ്പോൾ എല്ലാവരും ഓരോ കറിയും ഞാൻ ഇവിടെ ചോറും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ പോണേ. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് വണ്ടി കയറി യാത്ര തിരിച്ചു. ഇവിടെ നിന്ന് ഒരു 1.5 hour, അറൗണ്ട് 2 hours ഉണ്ട് ഞങ്ങളിപ്പോൾ പോണ സ്ഥലത്തോട്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് പോണത്. പക്ഷേ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഞങ്ങളുടെ സ്റ്റേ പോവുക എന്ന് തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് സ്റ്റേയിൽ 3 മണിക്കാണ് ചെക്ക് ഇൻ പറഞ്ഞേക്കണം. അപ്പം ഞങ്ങൾ നേരത്തെ കയറിക്കോട്ടെ എന്ന് ഞങ്ങളുടെ ഹോസ്റ്റിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 2 o'clock ഒക്കെ ആകുമ്പോൾ കയറിക്കോട്ടെ എന്ന്. അപ്പം നോക്കണം, ചിലപ്പം ഞങ്ങൾ നേരത്തെ തന്നെ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നടന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് ഒരു 20-25 minutes ദൂരമുള്ള ഒരു വയഡറ്റിൽ പോകാമെന്ന് വിചാരിച്ച്. അവിടെ ഒരു ഇച്ചിരി നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടേക്കൊന്ന് നടന്ന് കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് സ്റ്റേയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ വയഡറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരുപാട് പേരൊന്നുമില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട് നടക്കാൻ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ പോയ വയഡക്റ്റിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ.
ഈ വയലറ്റ് കാണാൻ വേണ്ടിയിട്ട് താഴെ നിന്നുള്ള വ്യൂ നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് അപ്പുറത്തെ വശത്തോട്ടൊക്കെ നടന്നു നോക്കി. അപ്പുറത്തോട്ടൊക്കെ മാറി നടന്നു നോക്കി. ഇതിലെ കുതിരയൊക്കെ ഓടിച്ച ആൾക്കാർ പോകുന്നുണ്ട്. വലിയ പിള്ളേരല്ല കേട്ടോ, കുഞ്ഞു പിള്ളേരാണ്. ഭയങ്കര അധികം പ്രായമുള്ള ആൾക്കാരൊന്നും അല്ല. എനിക്ക് തോന്നുന്നു മേ ബി അവരുടെ പ്രൈവറ്റ് ഹോഴ്സ് ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇപ്പുറത്തോട്ട് നടന്ന് ഇനി വയലറ്റിൻ്റെ താഴത്തോട്ട് നടക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ വന്ന് പിക്കൊക്കെ എടുത്തിട്ട് തിരിച്ചു പോയി. എവിടെ നോക്കിയാലും ഫോട്ടോഗ്രാഫേഴ്സാണ് ഗൈസ്. നോക്കൂ, ഇവിടെ വ്ളോഗറാണ്. പുള്ളിക്ക് കുറച്ച് നേരത്തേക്ക് അത് കൈമാറി. അത് ഐശ്വര്യയുടെ വോയിസ് ആട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോൺ കുറച്ച് നേരത്തേക്ക് അവളുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്തതാണ്. അപ്പോൾ അവളുടേതായ രീതിയിൽ ഒരു വ്ളോഗ് എടുത്തതാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് അവിടെ അടുത്തുള്ള ആൽദി പോയി. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പ് അപ്പത്തേക്കും ആയിട്ടുണ്ട്. അപ്പോൾ വല്ല ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തൽക്കാല ആശ്വാസത്തിന് കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് ഇനിയിപ്പോൾ അകത്തോട്ട് കയറാൻ അവർ മെസ്സേജ് ഇതുവരെ അയച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇടയ്ക്ക് ഞങ്ങൾ 2 കൂട്ടരും 2 വഴിയൊക്കെ പോയി. അവസാനം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സ്റ്റേയിലെത്തി. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. ഫ്രണ്ടിലൊരു ചെറിയ റിസർവോയർ ഉണ്ട്. നമുക്ക് ആവശ്യത്തോട്ട് പോകാൻ പറ്റില്ല, അടച്ചു വെച്ചേക്കുവാണ്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാം, നല്ല ഭംഗിയുണ്ട്. ഈ വീടും മൊത്തത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ലാഭത്തിലാണ് ഈ വീട്. ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. ഭയങ്കര ഒരു നഷ്ടമായിരുന്നില്ല ഈ Airbnb. 4 ഡബിൾ ബെഡ്റൂമുണ്ട്. സാധാരണ ചില Airbnbയിലൊക്കെ ചിലപ്പോൾ 8 പേർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 ബെഡ്റൂമും ഒരെണ്ണം സോഫ ബെഡാക്കാനൊക്കെ ആയിരിക്കും ഹോളിലുള്ളത്. പക്ഷെ ഇതങ്ങനെയല്ലായിരുന്നു. 4 ബെഡ്റൂം ഉണ്ടായിരുന്നു, ഡബിൾ ബെഡ്റൂം. 2 വാഷ്റൂംസ് ഉണ്ട്. 2ലും ഷവറുണ്ട്. ഒരെണ്ണത്തിൽ ബാത്ത് ടബ്, ഒരെണ്ണത്തിൽ സ്റ്റാൻഡിങ് ഷവറും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഓൾഡ് ടച്ച് ഉണ്ട് ഈ വീടിന്. ഒരു വലിയ ബുക്കൊക്കെ വെച്ച ഷെൽഫുണ്ട്. ഗോസ്റ്റ് ഹൗസ് ആണോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു ആദ്യം. ഐശ്വര്യമൊക്കെ കിടക്കാൻ പോണ മുറിയിൽ ഒരു താഴെ ഇരിക്കുന്ന ഒരു ബോക്സൊക്കെ ഉണ്ട്. അതവർ പില്ലോ വെച്ചതാണ്. പക്ഷെ നമുക്കത് കാണുമ്പോൾ പേടിയാവും. പിന്നെ ബുക്ക് ഷെൽഫ്, അങ്ങനെ ഞങ്ങൾ എല്ലാ മുറിയും ഒന്ന് എല്ലാവരും മുറിയിലൊക്കെ കയറി ബാഗൊക്കെ എടുത്ത് വെച്ചു. എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ശരിക്കും നല്ലൊരു സ്റ്റേ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഈ പുറത്തോട്ട് നല്ല വ്യൂ ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. 8 പേർക്ക് നല്ല സുഖമായിട്ട് താമസിക്കാം. അതിനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ തീ ഇടാൻ പറ്റും കേട്ടോ അവർ പറഞ്ഞത്, നമുക്ക് ചൂടാണെങ്കിൽ. പക്ഷെ നമുക്ക് പൊതുവേ ഇപ്പോൾ വലിയ തണുപ്പില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് ചൂട് വേണമെങ്കിൽ അതിലിടാം. ഇപ്പോൾ രാത്രിയാകുമ്പോൾ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പയ്യെ ഫുഡ് കഴിക്കാം, അതിന് കറിയൊക്കെ ചൂടാക്കാം എന്ന് വിചാരിച്ച് ഷാരോൺ ചേച്ചി ഓവനിൽ ഓരോന്ന് കയറ്റി വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അവിടെ ഉണ്ടായിരുന്നു ഒരു വാഷ്റൂം. ഇവിടെ ബാത്ത് ടബ് ഉള്ളതാണ്. തുണിയാണ് അതിന്റെ ഉള്ളിലാ ലോക്ക്ഡൌൺ. ഇതിന്റെ ഉള്ളിലാണ് അപ്പൊ എന്തോ ഉള്ളത്. അവിടെ എന്തോ അതില് നോക്കിയപ്പോ പെട്ടെന്ന് അപ്പുറം ഒരാള് നോക്കിയാലത്തെ പെട്ടെന്ന് ചിന്തിച്ചു. അപ്പൊ എന്തോ സൗണ്ട് ഇട്ട് പേടിച്ച്. ഈ തൈരായിരുന്നല്ലേ ആ തൈര്. എന്നിട്ട് നാളെ സംഭാരം കൂട്ടി സംഭാരത്തിലുള്ള തൈര് കഴിക്കും, പക്ഷെ അല്ലാണ്ട് തൈര് കഴിക്കില്ല. സാലഡിന്റെ തൈര് കഴിക്കും. തൈരോടല്ല പ്രശ്നം, മോരേറിയ ഒന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കൂടെ പുറത്തിരുന്ന് വർത്താനമൊക്കെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സൈഡിലൊരു കുഞ്ഞു ടേബിൾ ഉണ്ടായിരുന്നു, അതെടുത്ത് പുറത്തോട്ടിട്ടു. അതും കസേരയൊക്കെ ഇട്ട് ഇരുന്നു. അപ്പോഴത്തേക്കും ഒരു കോഴി വന്നിട്ടോ. എനിക്കും ദേവികൊക്കെ കോഴീനെയൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അവളവിടെ മൂടിപ്പോച്ചിരിക്കുക. കോഴി വന്നു കണ്ടപ്പോഴത്തേക്കും ഇത് പോണ വരെ അവിടെ മൂടിപ്പോച്ചിരിക്കുകയായിരുന്നു.
പിന്നെ വിൻചേട്ടനോട് പറഞ്ഞു അതിനൊന്നും ഓടിക്കൂ, കാരണം അതിങ്ങനെ ഞങ്ങളുടെ കാലിൽ തന്നെ അടുത്തടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. പിന്നെ അവസാനം വിൻചേട്ടൻ കഷ്ടപ്പെട്ട് അതിന് അപ്പുറത്തെ പറമ്പിലോട്ട് പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞ് കാറ്റ് വളരെ കൂടിയപ്പോഴത്തേക്കും ഇരിക്കാൻ പറ്റാതെ തണുപ്പായപ്പോൾ എല്ലാവർക്കും തണുപ്പായപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ ഗ്രില്ലിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോഴത്തേക്കും ഒരു 6-6:30 ആയിരുന്നു. പിന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യ സമയമാവുമല്ലോ. പിന്നെ ഞങ്ങൾക്ക് നൈറ്റ് വേറെ ഫുഡുണ്ട്, അപ്പം അതിന് മുന്നേ ഇത് കഴിക്കണം. ചിക്കൻ അഖിൽ ചേട്ടൻ വീട്ടിൽ നിന്ന് പെരട്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ അഖിൽ ചേട്ടൻ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ ആദ്യം ഈ കനലൊന്ന് കത്തി സെറ്റ് ആവണമായിരുന്നു. അപ്പോൾ അത് നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ വെച്ചു. ഷാരോൺ ചേച്ചി നോമ്പാണ്. അപ്പോൾ ഷാരോൺ ചേച്ചി പനീർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതും കൂടെ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ച് അതും അതിൻ്റെ കൂട്ടത്തിൽ വെച്ചു. ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ച് അഖിൽ ചേട്ടനൊക്കെ മൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ മൈക്കുണ്ട്. അപ്പം നമ്മൾ മൈക്കിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടി അങ്ങനെ അവിടെ ഇരുന്നു. അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് എല്ലാവരും ആ വാതിലിൻ്റെ അവിടെ തന്നെ ഇരുന്നത്. നല്ലതാ, സൂപ്പറാ. അപ്പം ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അഖിൽ ചേട്ടൻ തന്നെ ഒരു സാലഡും ഉണ്ടാക്കി തന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ച് എല്ലാവരും ഓരോ പാത്രത്തിലൊക്കെ ചിക്കൻ എടുത്ത് പിന്നെ ചേച്ചി പനീറും കഴിച്ചു. പിന്നെ ചേച്ചിക്ക് കൊണ്ടുവന്ന പനീർ ഞങ്ങളും ഇടക്കിടക്ക് ഓരോരുത്തരുടെ അടുത്ത് കഴിച്ചു. ഫുഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വാലക്കടച്ചകത്ത് കയറി പാട്ടൊക്കെ പാടി പ്രേതകഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ പിന്നെയും പുറത്തൊക്കെ പോകണം. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.